ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സെയ്ദാസ് ക്യൂട്ട് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും എവിടെ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ക്രാഫ്റ്റ് വർക്കുകളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ട്, എല്ലാവരും എന്നെ മറന്നിട്ടുണ്ടാവോ അങ്ങനെയൊക്കെ. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് തരണം കേട്ടോ. പുതിയതായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്തെന്ന് ഞാൻ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ക്യാൻവാസിൽ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോണത്. ഞാനിപ്പോൾ ഫസ്റ്റ് ക്യാൻവാസിൽ മാസ്കിൻ്റെ ആപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മാസ്കിൻ്റെ ആപ്പ് നമ്മൾ സൈഡിൽ ഒട്ടിച്ചു കൊടുത്താലാണ് നമുക്ക് ഫ്രെയിം ചെയ്യുമ്പോൾ ആ ഒരളവിൽ ഫ്രെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാസ്കിൻ്റെ ആപ്പ് ഫസ്റ്റ് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ, ഞാനിവിടെ എടുത്തിട്ടുള്ള ക്യാൻവാസിൻ്റെ സൈസ് A4 സൈസാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ മാസ്കിൻ്റെ ആപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് പെയിൻ്റ് എടുക്കാം കേട്ടോ. നമ്മൾ ക്യാൻവാസിൽ ഫസ്റ്റ് തന്നെ സിമ്പിളായിട്ടുള്ളൊരു സ്കൈ ആണ് കേട്ടോ പെയിൻറ്റ് ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ലാവൻഡർ കളറിൽ നിന്ന് ഞാൻ പെയിൻറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ലാവൻഡർ കളറിൽ നിന്ന് ഒരു പിങ്ക്, നല്ല ഡാർക്ക് പിങ്ക് കളർ വെച്ച് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ക്യാമറ ഓണാക്കാൻ വേണ്ടി മറന്നു കേട്ടോ. ഭാഗ്യത്തിന് കണ്ടു, അതല്ലെങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അല്ലാ ക്യാമറ ഓണാക്കിയിട്ടില്ലല്ലോ എന്നുള്ളത് വരാം. പിന്നെ ഞാൻ ലൈറ്റ് കളർ പിങ്ക് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഞാൻ ലൈറ്റാക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ താഴെയുള്ള ഒരു ഭാഗത്ത് ഒരു ഓറഞ്ച് കളറിന് ലൈറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ കളേഴ്സ് നമ്മൾ ക്യാൻവാസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു കളറായിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിനെ നന്നായി ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. പിന്നെ ഞാൻ കാർഡ്ബോർഡ് കൊണ്ട് കുറച്ച് ഹാർട്ടിൻ്റെ ഷേപ്പുകൾ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാർഡ്ബോർഡ് ഇതേപോലെ നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം വൈറ്റ് സിമൻറ്റ് വെച്ച് ലൈറ്റായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളതിൽ വൈറ്റ് സിമൻറ്റ് ഇല്ലെങ്കിൽ കുമ്മായാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ. സിമ്പിളാണ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലേ ആയിൽ എടുത്താൽ മതി. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ കുറച്ച് സമയം നന്നായി ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കണം. ക്ലേ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം ക്ലേനെക്കാട്ടിലും കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നന്നായി ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു പിങ്ക് കളറും റെഡൊക്കെ വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പുതിയതായ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഓൾന്ന് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാ ഹാർട്ടിനെയും നല്ല മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്ത് കൊടുത്തത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മേഘങ്ങൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ മേഘം പെയിൻറ്റ് ചെയ്ത് കൊടുക്കണത്, റിയലിസ്റ്റിക് ആയിട്ടൊന്നല്ല. പക്ഷെ എനിക്കുണ്ടല്ലോ ഈ ഒരു പെയിൻറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലാവൻഡർ കളറ് ഇഷ്ടമായില്ല കേട്ടോ താഴെ വന്നിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ പിന്നീട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ പെയിൻറ്റിങ് ഇതുവരെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് എന്താണ് ചെയ്യണേ നോക്കാം. പിന്നെ ഞാൻ ക്യാൻവാസിൽ ഇതേപോലെ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പിൽ കാർഡ്ബോർഡിന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു കാർഡ്ബോർഡിനും വൈറ്റ് സിമൻറ്റ് വെച്ച് ലൈറ്റായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വൈറ്റ് പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ഒരു ഹാർട്ടുകൾ നമ്മൾ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം
ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ആ ഒരു ബോട്ടിലിന് വൈറ്റ് കളറായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷെ വൈറ്റ് വന്നപ്പോൾ എന്തോ ആ ഒരു മേഘം കാണാത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഓറഞ്ച് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബോട്ടിലിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ് ഷീറ്റ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടമായാൽ ലൈക്കൊക്കെ തരണം കേട്ടോ. പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ.